രോഹിത് തങ്കപ്പൻ ജോസഫ് എന്ന പേര് തിരുവനന്തപുരം പൂവാറുള്ളവർക്ക് പോലും പരിചിതമായിരിക്കില്ല. എന്നാൽ ഇതേ മനുഷ്യന്റെ മറ്റൊരു പേര് രാജ്യത്തെ ക്രൈം സിൻഡിക്കേറ്റുകളിൽ പലപ്പോഴും ഉയർന്നു കേൾക്കുന്നതാണ്. സതീഷ് കാലിയ. ചീറിപ്പായുന്ന ബൈക്കുകളിലിരുന്ന് പോലും ലക്ഷ്യം തെറ്റാതെ വെടിതീർക്കുന്ന ഷാർപ്പ് ഷൂട്ടർ. എങ്ങനെയാണ് ഈ മലയാളി യുവാവ് അധോലോക നായകൻ ഛോട്ടാ രാജന്റെ വിശ്വസ്തനായത്? പ്രശസ്ത ക്രൈം റിപ്പോർട്ടർ ജേഡയെ കൊലപ്പെടുത്തിയ സംഘത്തിലെ പ്രധാനിയാണ് സതീഷ് കാലിയ. 2011 നടന്ന ആ കൊലപാതകത്തോടെയാണ് സതീഷ് കാലിയ തിരുവനന്തപുരത്തുകാരനാണെന്ന് കേരള പോലീസ് പോലും അറിയുന്നത്. പൂവാറിലടക്കം അന്നിയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നു. മുംബൈ അധോലോകത്തെ വിറപ്പിച്ചിരുന്ന കാലിയ കൊലപാതകങ്ങളടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരം പൂവാറിൽ നിന്ന് രോഹിതിന്റെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിലേക്ക് കുടിയേറിയതാണ്. ഖറിലെ ഒരു മിൽത്തൊഴിലാളിയായിരുന്നു പിതാവ്. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ സുഹൃത്തുക്കളുടെ സ്വാധീനത്തിൽ പഠനം ഉപേക്ഷിച്ച രോഹിത് പിന്നീട് കുറ്റകൃത്യങ്ങളുടെ വഴിയിലൂടെയായി യാത്ര. അധോലോകത്തിനു വേണ്ടി ഗുണ്ട കൊട്ടേഷൻ പണികളാണ് പ്രധാനമായും ചെയ്തിരുന്നത്. 1996 ഒരു കൊലപാതക ശ്രമക്കേസിൽ ജയിലായിരുന്നപ്പോൾ ഇയാൾ സുനിൽ മഡ്ഗാൺകർ എന്ന മത്യയുമായി ബന്ധപ്പെട്ടു. ഇതാണ് പിന്നീട് ഛോട്ടാ രാജനുമായുള്ള അടുപ്പത്തിന് വഴിയൊരുക്കിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് കാലിയ ഛോട്ടാ രാജന്റെ വിശ്വസ്തനായി. ഉന്നതരായ പല എതിരാളികളെയും വകവരുത്താനും ഒതുക്കാനുമൊക്കെ രാജൻ നിയോഗിച്ചത് കാലിയെയാണ്. ജേഡെ കൊലക്കേസിൽ പിടിയിലാകുമ്പോൾ 3 കൊലക്കേസുകളും ഒരു കൊലപാതക ശ്രമവും വ്യാജ പാസ്പോർട്ട് കേസുമടക്കം 10 കേസുകളിൽ പ്രതിയായിരുന്നു സതീഷ് കാലിയ. മുതിർന്ന മാധ്യമപ്രവർത്തകനും മിഡ് ഡേ പത്രത്തിന്റെ ക്രൈം എഡിറ്ററുമായിരുന്ന ജ്യോതിർമയിയുടെ എന്ന ജേഡെ അധോലോക കുറ്റവാളികളെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ തന്നെ പെറ്റി ക്രിമിനൽ എന്ന് വിളിച്ചതാണ് ഛോട്ടാ രാജനെ ചൊടിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. രാജനെതിരെ തുടർച്ചയായുള്ള വാർത്തകൾ പക ഇരട്ടിയാക്കി. തുടർന്ന് 5 ലക്ഷം രൂപയ്ക്കാണ് സതീഷ് കാലിയയ്ക്ക് കൊട്ടേഷൻ നൽകിയത്. 2011 ജൂൺ 11 ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകവേ 3 ബൈക്കുകളിലെത്തിയാണ് വാടക കൊലയാളി സംഘം ജേഡയെ വെടിവെച്ച് വീഴ്ത്തിയത്. രാജ്യമാകെ ചർച്ചയായ കൊലപാതകത്തിലെ പ്രതികളെ പിടിക്കാൻ പോലീസ് പരക്കം പാഞ്ഞു. സതീഷ് കാലിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എത്തിയത് തിരുവനന്തപുരത്താണ്. കൊലയ്ക്ക് ശേഷം പൂവാറിലെത്തി ഒളിവിൽ കഴിയുകയായിരുന്നു കാലിയ എന്ന രോഹിത്. അന്നുവരെ കേരള പോലീസിന്റെ ഒരു രേഖയിലും സതീഷ് കാലിയ എന്ന പേരില്ലായിരുന്നു. തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നാണ് കാലിയയെ മുംബൈ പോലീസ് പിടികൂടിയത്. സതീഷ് കാലിയയും ഛോട്ടാ രാജനുമടക്കം 9 പ്രതികൾക്ക് കോടതി പിന്നീട് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു. മാധ്യമപ്രവർത്തക ജിഗ്ന വോറ, മലയാളിയായ പോൾസൺ ജോസഫ് എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ പ്രത്യേക CBI കോടതി വിട്ടയച്ചു. തൃശൂരിൽ വേരുകളുള്ളയാളാണ് പോൾസൺ ജോസഫ്. കൊലയാളി സംഘത്തിന് സിം കാർഡ് എടുക്കാൻ സഹായിച്ചതിനാണ് പോൾസനെ പ്രതിയേർത്തിരുന്നത്. ഒരു പത്രപ്രവർത്തകനെ വധിച്ചതിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ടെന്ന് സതീഷ് കാലിയ പിന്നീട് പോലീസിനോട് പറഞ്ഞിരുന്നു. അതിനു മുമ്പ് താൻ കൊലപ്പെടുത്തിയവരൊക്കെ ക്രിമിനൽ ബന്ധമുള്ളവരായിരുന്നെന്നാണ് കാലിയ പറയുന്നത്. കൊലപാതകത്തിന് 20 ദിവസം മുമ്പാണ് ഛോട്ടാ രാജനിൽ നിന്ന് തനിക്ക് ഫോൺ വിളിയെത്തിയത്. ഒരു എതിരാളിയെ വകവരുത്തണമെന്നായിരുന്നു നിർദ്ദേശം. കൊല്ലാനുള്ള വ്യക്തിയെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാതെയോ അന്വേഷിക്കാതെയോ ആ ജോലി സ്വീകരിച്ചു. ഒരു മുതിർന്ന പത്രപ്രവർത്തകനെ വെടിവെച്ചതായി വാർത്താ ചാനലുകളിൽ അറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും കാലിയ അന്ന് അവകാശപ്പെട്ടിരുന്നു. തീഹാർ ജയിലിൽ കഴിയുന്ന കാലിയ 2024 പരോളിൽ പുറത്തിറങ്ങിയിരുന്നു. ആ സമയത്ത് ബാന്ദ്ര വെസ്റ്റിലെ ഒരു കെട്ടിട നിർമ്മാതാവിനെ ഭീഷണിപ്പെടുത്തി 10 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് മുംബൈ ക്രൈംബ്രാഞ്ച് ഇയാൾക്കെതിരെ കേസെടുത്തു. ഇപ്പോഴും തീഹാറിലെ അഴിക്കുള്ളിൽ കഴിയുകയാണ് ഈ പൂവാറുകാരൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.